സർവ്വവസ്തുക്കളുടെയും പിന്നിൽ ഒരു പടച്ചവൻ വേണം എന്ന രൂപത്തിലാണ് ഉസ്താദ് സംസാരം ഉണ്ടായത് കഴിഞ്ഞ ചർച്ചയിൽ. അപ്പൊ ഈ പടച്ചവന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പടച്ചവൻ ആര് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പടച്ചവന്റെ പിന്നിൽ ഒരു പടച്ചവൻ, പടച്ചവൻ അതിൽ രണ്ട് പടച്ചവനുണ്ട്. രണ്ട് പടച്ചവൻ എന്നൊക്കെ പറയേണ്ടി വരും. അല്ല, താങ്കളുടെ ചോദ്യത്തിൽ രണ്ട് പടച്ചവനുണ്ട്. അപ്പൊ ഒന്ന് പടപ്പും ഒന്ന് പടച്ചവനായിരിക്കും, ഒന്നിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചായിരിക്കും. പടച്ചവനെ പടച്ചവൻ ആര്? പടപ്പിനെ പടച്ചവൻ ആരെന്ന് ചോദിച്ചാൽ ഓക്കെ, പടച്ചവൻ പടപ്പിനെ പടച്ചവനാണല്ലോ പടച്ചവൻ. പടച്ചവനെ പടച്ചവൻ എന്ന് പറയുമ്പോൾ രണ്ട് പടച്ചവനായി, രണ്ട് പടച്ചവനാവും. അത് അപ്പോൾ അതിലൊന്നിനെ മറ്റാളല്ലേ പടച്ച്, അപ്പോൾ അത് പടപ്പല്ലേ? എല്ലാം പടച്ച പടച്ചവൻ, ആ പടച്ചവനെ മാത്രം പടച്ച വേറൊരു വലിയ പടച്ചവൻ ഉണ്ട് ഓക്കെ, ഉണ്ടാവണ്ടേ? അതാണ് ചോദ്യം. അപ്പൊ എല്ലാം എന്ന് പറഞ്ഞതിൽ പടപ്പ് എന്നല്ല ഉദ്ദേശിച്ചത്, സൃഷ്ടി എന്നല്ല ഉദ്ദേശിച്ചത്. എല്ലാം എന്ന് എല്ലാ സൃഷ്ടി ഉണ്ടായത്, ഉണ്ടായല്ല. അത് മറ്റേത് നേരത്തെ ഓമന പേരിട്ടതാണ്, ആദ്യത്തെ പടച്ചോ എന്ന് പറഞ്ഞില്ലേ. പടച്ചവനും ഉണ്ടായതാണ്, വേറെ ആളുണ്ടാക്കിയതാണ്. ആ പടച്ചവനെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചാൽ താങ്കളുടെ സാങ്കല്പികമായ ചോദ്യം, താങ്കൾ ചോദിക്കുന്നത് പടച്ചവനെ പടച്ചവൻ ഉണ്ടോ എന്ന ചോദ്യമാണ്. ആ പടച്ചവൻ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്. ഈ എല്ലാം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? സൃഷ്ടികളായ, പടക്കപ്പെട്ട, ഉണ്ടായ എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ഇതല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ താങ്കളുടെ ചോദ്യം, ആ സൃഷ്ടാവിനെ മറ്റൊരാൾ പടച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് നേരത്തെ പറഞ്ഞതിൽ പെട്ടു. നേരത്തെ നമ്മൾ സൃഷ്ടികളെ മുഴുവനും ഒരു റൗണ്ട് ചെയ്ത് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് മറ്റൊരു സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സൃഷ്ടികളിൽ ഈ സൃഷ്ടാവും അംഗമായിരുന്നു. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവെന്ന് ഓമന പേരിട്ട് വിളിച്ചതാണ്, യഥാർത്ഥത്തിൽ സൃഷ്ടാവല്ല. പടപ്പിനെ കുറിച്ചു പടച്ചവനാണെന്ന് പടച്ചു വിട്ടതാണ്, അത് പടച്ചവനല്ല. പടച്ചവൻ മറ്റൊരുത്തനാൽ പടക്കപ്പെട്ടവനല്ല. പടച്ചവൻ പടപ്പാവുകയില്ല. സൃഷ്ടാവ് സൃഷ്ടിയല്ല, സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച ശക്തിക്കാണ് സൃഷ്ടാവ് എന്ന് നാം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പടച്ചവന് എങ്ങനെ ഉണ്മ കിട്ടി? ഉണ്മ ഉണ്ടെന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ, മതവിശ്വാസികൾ പറയുന്നുണ്ട്. പടച്ചവൻ ഉണ്ടായതാണ് പടച്ചവൻ എന്ന് ചിന്തിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. പുതുതായി ഉണ്ടായ ഒരു സംഭവമല്ല പടച്ചവൻ. പുതുതായി ഉണ്ടായതിനെ എല്ലാം ഉണ്ടാക്കിയ, ഉണ്ടാവലിനൊരു തുടക്കമില്ലാത്തവനാണ് പടച്ചവൻ. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഷയമാണോ അത്? ഉണ്ടായത് എന്താണ് നമ്മൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഉണ്ടായതിന് തുടക്കമില്ല എന്ന് പറയുമ്പോ അത് ലോജിക്ക് ആദ്യമുള്ളവൻ അവർക്ക് മുമ്പൊന്നില്ല. അനാദി എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പ് ഇനി മറ്റൊന്നില്ല, മറ്റൊരു ഇല്ലായ്മയും മുൻകടന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അതല്ലേ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അവിടെയല്ലേ നമ്മുടെ പ്രശ്നം. ഒന്നുമില്ലാതെ ഒന്നുണ്ടാകുമോ? ഇല്ല. തീർച്ചയായും എന്തൊന്നുണ്ടായാലും അതിൻ്റെ പിന്നിൽ മറ്റൊന്നുണ്ടാകണം. ഇതാണ് ലോജിക്. അപ്പൊ പിന്നെ പടച്ചവൻ എന്ന് നാം ഓമന പേരിട്ട് ഒരു സംഗതിയെ വിളിച്ചാൽ അതുണ്ടായതാണ് ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയുകയും ചെയ്താൽ പിന്നെ ഇതിനെ ഉണ്ടാക്കിയേ മറ്റൊരാൾ ഉണ്ടാകേണ്ടി വരും. അപ്പൊ പിന്നെ ആദ്യം ഒന്നില്ലാതെ അതിൻ്റെ മുമ്പ് വേറൊന്നുണ്ടാവണം. അപ്പൊ പിന്നെ അത് ആരുണ്ടാക്കി? അതിൻ്റെ മുന്നിൽ വീണ്ടും ഒരാളുണ്ടാകണം. ഈ യാത്ര അവസാനിക്കില്ല. അപ്പൊ പിന്നെ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. കാരണം എന്തെങ്കിലും ഒന്നും ഉണ്ടാകാതെ ഒന്നും ഉണ്ടാവാൻ പറ്റൂലല്ലോ. താങ്കൾ എന്നോട് പ്രതികരിക്കുകയും മനസ്സിലാകുന്നതിനനുസരിച്ച് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് ഈ വിഷയ രൂപത്തിൽ വരുള്ളൂ. വിഷയം മനസ്സിലാക്കാൻ എന്തൊന്നുണ്ടായാലും ആ പടച്ചവന്റെ പിന്നിലൊരു പടച്ചവൻ, ആ ഉണ്ടാക്കിയതിന് പിന്നിലൊരു കാരണം. ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒന്നും ഉണ്ടാകാതെ ഒന്നും ഉണ്ടാകില്ല എന്നാണെങ്കിൽ ഈ പ്രപഞ്ചം അല്ല ഞാൻ പറഞ്ഞത്, അതല്ല താങ്കളാണ് പറഞ്ഞത്. ഒന്നും ഉണ്ടാകാതെ ഒന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ശരിയാണ്, ഉണ്ടാകാൻ പാടില്ല. ഇത് ഉണ്ടായതല്ല, പണ്ടേ ഉള്ളതാണ്. അതിനെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, അതിന്റെ പിന്നിൽ വേറൊന്നും ഉണ്ടാകണം. ഇത്ര പ്രയാസമില്ല. താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മതി. പ്രയാസം എന്താണ്? ഉണ്ടാകുന്നതിന്റെ പിന്നിൽ വേറൊന്നും ഉണ്ടാകണം. അപ്പൊ നിയമം എന്താണ് ഇവിടെ? താങ്കൾ പറഞ്ഞത് പടച്ചവനെ പടച്ച വേറൊരു പടച്ചവൻ ഉണ്ടാവേണ്ടെന്നാണ് ചോദ്യം. അങ്ങനെ ഒരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ചോദ്യം എന്താ?
ആ പഠിച്ചവനെ പഠിച്ചത് ആരാണെന്നുള്ള ചോദ്യം വരും. അതിന് കോടി തവണ നമ്മൾ ചോദിച്ചാലും അവസാന കണ്ണിയെ കുറിച്ച് വീണ്ടും ഒരു ചോദ്യം വരും. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പടച്ചവനില്ലാതെ ഒരു പടച്ചവനും ഇവിടെ ഉണ്ടാവുകയില്ല. ഇതിൽ താങ്കളുടെ ചോദ്യത്തിന്റെ രക്ത ചുരുക്കം. ഒരു സൃഷ്ടാവിലേക്ക് എത്തിപ്പെടേണ്ടി വന്നു. ബുദ്ധിപരമായി ലോജിക് അതാണ്, നമുക്ക് അങ്ങോട്ട് സഞ്ചരിച്ച് എത്തിപ്പെടേണ്ടി വന്നു. ആ സൃഷ്ടാവിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി രണ്ടാം ചോദ്യമാണ്, അതങ്ങനെ നിന്നുകൂടാ, അതിനെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവ് വേണം. ഇതല്ലേ ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ്. അതെ. അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ അവസാനിപ്പിച്ചൂടെ? ഈ പ്രപഞ്ചത്തിന്റെ അടിത്തറയിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും പരിണമിച്ചുണ്ടായത്. പ്രപഞ്ചത്തിന്റെ അടിത്തറയോ അത് ഉണ്ടായതല്ല, ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ വിഷയം ഇവിടെ വളരെ ഭംഗിയായി പര്യവസാനിച്ചില്ലേ? നമ്മൾ കാണാത്ത ഒരു ഇങ്ങനെയൊക്കെ കെട്ടിക്കൂട്ടി പുകമറ സൃഷ്ടിച്ച് പ്രപഞ്ചത്തിന്റെ അടിത്തറ ആദ്യമേ ഉള്ളതാണ്. അടിത്തറ എങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമുണ്ടല്ലോ, പ്രപഞ്ചം. ആ അടിത്തറ പച്ച മഞ്ഞ പ്രപഞ്ചം നമ്മളെ ഈ അല്ല, പ്രപഞ്ചത്തിൽ പച്ച മഞ്ഞൊക്കെ ഉണ്ട്. പച്ച മഞ്ഞൊക്കെ അതാണ് അതിനെ ഒഴിവാക്കാനാണ് ഞാൻ അടിത്തറ എന്ന് പറഞ്ഞത്. അപ്പൊ അടിത്തറയിൽ പച്ച പ്രപഞ്ചത്തിന് വരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ, വകഭേദങ്ങൾ. ഞാൻ താങ്കളുടെ കൂടെയാണ്. പ്രപഞ്ചത്തിന് വന്ന പച്ച, അപ്പൊ ഈ അടിത്തറ പച്ചാവോ? അടിത്തറ എന്ന് പറയുന്നത് നിറമല്ല, പച്ച മഞ്ഞൊന്നുമല്ല, വകഭേദവും വേറെ. ശരി, ഞാൻ പറയുന്നത് അപ്പൊ അത് പച്ച മഞ്ഞാന്നതിനെ പറ്റി പറയുന്നത് ശരിയല്ല. കാരണം പച്ച മഞ്ഞൊക്കെ പ്രപഞ്ചത്തിന്റെ ഓരോ ചലനങ്ങൾ, ഓരോ സംഗതികളാണ്. അപ്പൊ അത് അതിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അത് പച്ചയാണോ? അടിത്തറ പച്ചയാണോ? അടിത്തറ പച്ച മഞ്ഞ എന്ന് പറയാൻ പറ്റും? ശരിയല്ലേ? പച്ച മഞ്ഞാന്നതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതിൽ വന്നു ചേരുന്ന മറ്റൊരു വസ്തുവാണത്. ഒരു വീടിന് നമ്മൾ പച്ച പെയിന്റ് അടിക്കും, കറുപ്പ് പെയിന്റ് അടിക്കും. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിന്റെ എല്ലാം കാരണമായി താങ്കൾ കണ്ടെത്തിയ അടിത്തറ എന്ന വാക്കുകൊണ്ട് താങ്കൾ അവതരിപ്പിച്ച ആ ഒരു ശക്തിയെ കുറിച്ചൊന്നും അറിയാനുള്ളൊരു പൂതി. ഞാൻ എത്രയേ ഉള്ളൂ. ഞാനൊന്ന് അന്വേഷകൻ താങ്കൾ പോലെ ഞാനും അന്വേഷിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഞാനൊരു കാര്യം പറഞ്ഞ് അന്വേഷിച്ച ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. താങ്കൾ പേരൊന്ന് മാറ്റിയിട്ട് അടിത്തറ എന്ന് പേരിട്ട്. ഓക്കെ, ഞാൻ താങ്കളോടൊപ്പമാണ്. ഈ അടിത്തറയുടെ കളറോ അടിത്തറയുടെ വലുപ്പമോ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും അടിത്തറ? കിലോമീറ്റർ നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത വിധം പ്രപഞ്ചം, ഒരു ഗ്രഹം തന്നെ എത്ര വലുപ്പമുണ്ട്. അതെ, അതിനെല്ലാം ഉണ്ടാക്കിയ ഒരു അടിത്തറ അല്ല, അതിനുണ്ടാക്കിയ അടിത്തറയല്ല. ആ ഗ്രഹം ഉണ്ടല്ലോ, ഗ്രഹം, ആ ഗ്രഹത്തിന്റെ കറക്കം, അതിന്റെ ചലനം, ഇതൊക്കെ പിന്നീട് വന്നു ചേർന്നതാണ് എന്ന് നമുക്ക് പറയാം. അതിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായതാണ്, അതിൽ നിന്ന് ഉത്ഭൂതമായതാണ്. സൂര്യന്റെ കറക്കം, ഞാൻ പറയുന്നത് താങ്കളെ, സൂര്യന്റെ കറക്കം, ഭൂമിയുടെ കറക്കം ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സ്വയം ഉണ്ടായതാണ്. ഞാനിത് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു സുപ്ര പ്രത്യക്ഷപ്പെടുന്നു, യാത്രാ മധ്യയാണെന്ന് താങ്കൾ സങ്കല്പിക്കുക. എല്ലാം അങ്ങ് പ്രകൃതിയിലേക്ക് വിടുകയും അതൊക്കെ ഒരു തറയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയുകയും ചെയ്ത് സിമ്പിളായിട്ട് അതിൽ നിന്ന് ഓടാമെന്ന് താങ്കൾ കരുതുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ സകലമായ അത്ഭുതങ്ങളും, സൂര്യ ചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ നാം കാണുന്നില്ല, നാം അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാൻ അനുവദിക്കില്ല. അതിനെല്ലാം നമുക്ക് ചുരുക്കി അവതരിപ്പിക്കാം. സൂര്യൻ ചന്ദ്രനൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മുമ്പിൽ നാം ദിനേന അനുഭവിക്കുന്ന പച്ചക്കറിയോ ഫ്രൂട്ട്സോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലോ, ഒരു സുപ്ര നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പെട്ടെന്ന്. ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. കണ്ണടച്ച് തുറന്നപ്പോഴും സുപ്ര വന്നിരിക്കുന്നു. അതിൽ കറുത്ത മുന്തിരി, റോസ മുന്തിരി, ക്രിസ്മസ് മുന്തിരി, ഓറഞ്ച്, മുസമ്പി ഇവിടെ വന്നിരിക്കുകയാണ്. കദളിപ്പഴം, നേന്ത്രപ്പഴം, കണ്ണൻപഴം, ഞാലിപ്പൂവൻ, ചോരപ്പൂവൻ, മൈസൂർ പൂവൻ, റോബസ്റ്റ് ഇതിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഇത് വേറെ ഉണ്ടോ? ഓരോന്നിൻ്റെ രുചി വേറെയാണ്. മാങ്ങയുടെ ഐറ്റംസ് വരെയാണ്. സേല മാങ്ങ, നീല മാങ്ങ, മാൽഗോ മാങ്ങ, നാടൻ മാങ്ങ, ഗോൾഡൻ ആപ്പിൾ, കാശ്മീർ ആപ്പിൾ, പൈനാപ്പിൾ, വ്യത്യാസമുണ്ട്. മാങ്ങകൾ വ്യത്യസ്തമാണ്, ആപ്പിളുകൾ വ്യത്യസ്തമാണ്, രുചികൾ വേറെയാണ്, പരസ്പരം വേറെ രുചി. ഇതല്ല, രൂപങ്ങൾ വ്യത്യാസമുണ്ട്. ഈ വ്യത്യസ്ത രൂപത്തിൽ ഈ രുചികളൊക്കെ ഇത്രയും വൈവിധ്യമാർന്ന രുചികൾ ഈ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തത് ഒരു അടിത്തറയാണെങ്കിൽ വല്ലാത്തൊരു അടിത്തറയെ തന്നെയാണ് അടിത്തറ. താങ്കൾ അതിന് അടിത്തറ എന്ന് വിളിച്ചു. ഒന്നൊന്നര അടിത്തറയായിരിക്കും. ഇതിനെല്ലാം പ്ലാൻ ചെയ്തത് ആരാണ്? ഇതിനെല്ലാം സെറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഇത് ചിന്തിക്കണം. ഈ ഫ്രൂട്ട്സിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കദളിപ്പഴം, കണ്ണൻപഴം, ഞാലിപ്പൂവൻ, ചോരപ്പൂവൻ, മൈസൂർ പൂവൻ, ചിന്തിക്കൂ എത്ര ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം വേറെ രുചിയല്ലേ? ഇത് ആളുകൾ പറയല്ലേ, ഇത് പൂവനാണ്, ഇത് റോബസ്റ്റാണ്, ഇത് നേന്ത്രപ്പഴമാണ്, വേറെയാണെന്ന് ആളുകൾ കണ്ടെത്തുന്നു. രുചികൾ വേറെയാണ്. ഈ വ്യത്യസ്തമായ രുചികളെ വ്യത്യസ്തമാക്കിയതാരാണ്? ഇതിൻ്റെ ഇടയിൽ വേർതിരിവ് വെച്ചവൻ ആരാണ്?
ഇത് ചിന്തിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രകൃതിയാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ താങ്കളെപ്പോലത്തെ ഒരു വലിയ ബുദ്ധിജീവികളാണെന്ന് പറയപ്പെടുന്ന ഒരു സമൂഹം ഇതിൽ ഒരുങ്ങിയാൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം വ്യത്യസ്തമാക്കിയവൻ, ഇതെല്ലാം വേറെ വേറെ നിലനിർത്തിയവൻ, ഇതൊരു സുപ്ര വിരിച്ച് മാങ്ങയും ചക്കയും ഞാൻ വെച്ചത് ഗാലക്സികളെക്കുറിച്ച് പറയാൻ, ഗോളങ്ങളെക്കുറിച്ച് പറയാൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത നമുക്ക് പിന്നെ കോടാനക്കോടി അത്ഭുതങ്ങൾ നിറഞ്ഞ ഗാലക്സികളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഇത് തന്നെ അത്ഭുതമാണ്. ഈ സുപ്ര സ്വയം ഭൂവായതാണ്. ഈ വേറെ വേറെ ചേരുവകൾ, രുചികൾ, ഈ രുചിക്കൂട്ടെല്ലാം സ്വയം ഉണ്ടായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുമോ നമുക്ക്? ഇല്ലെങ്കിൽ ഇതിന് താങ്കൾ ഈ സേലമാങ്ങയെ ചന്ദ്രനായും നീലമാങ്ങയെ സൂര്യനായും കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, റോസ മുന്തിരി, ക്രിസ്മസ് മുന്തിരി എല്ലാം ഓരോ നക്ഷത്രങ്ങളായി സങ്കല്പിക്കൂ. ഇത് ഇവിടെ സ്വയംഭൂവാകില്ല എന്ന് താങ്കൾക്ക് മനസ്സിലായെങ്കിൽ അതെല്ലാം സ്വയംഭൂവാകുമെന്ന് എങ്ങനെ താങ്കൾ പറയും? ഇതിന് ഉദാഹരണത്തിന് വെച്ചതാണ്. ഇങ്ങനെ നാം എണ്ണിയാൽ കോടാനക്കോടി അത്ഭുതങ്ങൾ ഈ ഭൂമിയിലില്ലേ? ചിന്തിക്കണം. സ്വയം പൂവായതാണ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ മാതിരി പ്രശ്നമാവും. പക്ഷേ പൂവായതേ അല്ല, മുമ്പേ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതെ, ഞാൻ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞതാ, പ്രപഞ്ചത്തിന്റെ അടിത്തറ സ്വയം പൂവായതാണെന്നല്ല ഞാൻ പറഞ്ഞേ. ഉദാഹരണം പറഞ്ഞ് അട്ടിമറിച്ചുകൊണ്ട് അടിത്തറ പൂവായതല്ല, അടിത്തറ ഉള്ളതാണ്. അതെ, അപ്പൊ ചുരുക്കത്തിൽ ആ അടിത്തറ ഇതിനെല്ലാം ഉണ്ടാക്കി എന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളോട് അടിത്തറയിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായി. തീർച്ചയായിട്ടും ആ അടിത്തറയാണ് ഈ വർണ്ണങ്ങളെ എല്ലാം തീരുമാനിച്ചത്, ഈ രുചികളെല്ലാം സെറ്റ് ചെയ്തത്, ഈ ഗാലക്സികളെ മുഴുവനും തീരുമാനിച്ചത് ആ അടിത്തറയാണ്. അപ്പോൾ ആ അടിത്തറ വല്ലാതെ പ്ലാനുള്ള അടിത്തറയാണ്, വലിയ ബുദ്ധിജീവിയാണ് അടിത്തറ. ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വികൃതമായ ഒരു കല്ലിനെ പിന്നെ ഒലിച്ചിറങ്ങുന്ന വെള്ളം ഉരുട്ടി അടിപൊളിയാക്കും. ആ അടിപൊളിയാക്കിയത് ആ വെള്ളത്തിന് ബുദ്ധി ഉള്ളതുകൊണ്ടാണോ? ഒരു നദിയിലെ വികൃതമായ ഒരു കല്ലിനെ ഈ വെള്ളങ്ങൾ കാലക്രമേണ ഒലിച്ചു വരുന്ന വെള്ളങ്ങൾ എന്താവും? ഉരുട്ടി അടിപൊളിയാക്കും. അടിപൊളിയാക്കിയത് ആരാണ്? ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ്. ആ വെള്ളത്തിന് വല്ല ബുദ്ധി ഉണ്ടാവും. വെള്ളമാണ് അതിന് അടിപൊളിയാക്കിയത്. തീർച്ചയായിട്ടും വെള്ളം അത് നമ്മുടെ അനുഭവമാണല്ലോ. അതെങ്ങനെ? നദിയിലെ വെള്ളം ഒഴുകി നദിയിലെ വെള്ളം ഒഴുകി. താങ്കൾ എന്തോ ഒരു തമാശ, ചെറിയ കുട്ടികൾ പറയുന്ന പോലെ നദിയിലെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോ കല്ലടിപൊളിയാവും. ആർക്കും വ്യക്തമാകുന്ന വിഷയമാണ്. കല്ലുകള്, വികൃതമായ കല്ലുകള്, കോടാനക്കോടി വർഷങ്ങള് ആ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പം അത് ഭംഗിയായിട്ട് വരും, ഉരുണ്ട് ഭംഗിയായിട്ട് വരും. ആ ഭംഗിയാക്കിയത് ആരാണ് പറയണത്? മനസ്സിലായില്ല. നദിയില് വെള്ളത്തിൽ ഉരുണ്ട് കല്ല് അടിപൊളിയാവുന്നു. വികൃതമായ കല്ല് റൗണ്ടായിട്ട് അങ്ങനെ കല്ല് പൊട്ടി സൈഡൊക്കെ പൊട്ടി റൗണ്ട് ആവും. ആരാണ് അതൊക്കെ ചെയ്തത്? ഈ വെള്ളമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കല്ല് പൊട്ടിയതാ. വലിയ സംഭവമായിട്ടാ പറഞ്ഞത്. വെള്ളത്തിന് ബുദ്ധിയില്ല, ഭയങ്കര സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് പരിണമിച്ച് വരികയാണ്. ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കണേൽ ലോജിക്കില്ല. ഞാൻ പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഈ ചോദ്യം, ഈ വെള്ളം ഇങ്ങനെ ഉരുണ്ട് വന്ന് കല്ല് ഇങ്ങനെ ആയല്ലോ, ഇതിങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാൻ താങ്കളും നമ്മളും ചോദിക്കാൻ നല്ലത്. ഈ കല്ല് ഇതിലൊന്നും ഇടപെടുന്നില്ല. കല്ലും വെള്ളവും അങ്ങനെ കറങ്ങാന്നല്ല, അതിലൊന്നും ഇടപെടുന്നില്ല. കല്ല് വിധേയമാകുന്നുണ്ട്. നമ്മളെ കുറിച്ചുള്ള ചർച്ച അവർക്കില്ല. അവർ സംവാദങ്ങളും കാര്യമുണ്ടോ അവരുടെ? കല്ല് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അല്ലല്ല, അതൊക്കെ അവരും വിധേയമാകുന്നു. അല്ല, നമ്മളെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഒരു സംവാദം കണക്കുണ്ടാവും. അതേപോലെ ചർച്ചകൾ. അപ്പൊ നമുക്കാണ് അതൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും അത് അറിയാനുമുള്ള ഈ ഭാവമാറ്റങ്ങൾ നമ്മളിലാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്ന നാം ഈ പറയുന്ന അടിത്തറയുടെ പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് നമ്മുടെ വ്യതിരക്തത. താങ്കൾ ചിന്തിക്കുന്നില്ല. വെള്ളം കറങ്ങി ഒരു കല്ലിന് സൗന്ദര്യമുണ്ടാക്കിയതാണെന്ന് ചിന്തിക്കാൻ താങ്കൾക്ക് ചിന്ത കിട്ടിയതും ഈ അടിത്തറയിൽ നിന്നാകുമ്പോൾ ആ അടിത്തറ ഈ ചിന്തയെയും പ്രൊഡക്റ്റ് ചെയ്ത അടിത്തറയാണ്. ഭയങ്കര ചിന്തയുള്ള അടിത്തറയാണത്, ഭയങ്കര പ്ലാനുള്ള അടിത്തറയാണത്, ഭയങ്കര ബുദ്ധിയുള്ള അടിത്തറയാണത്. കാരണം ഇത്രയും ബുദ്ധിജീവികൾ ആ അടിത്തറയുടെ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇതെല്ലാം അറിയുന്ന അടിത്തറ, എല്ലാറ്റിനും കഴിയുന്ന അടിത്തറ, എല്ലാ സെറ്റപ്പുമുള്ള അടിത്തറ, തുടക്കമില്ലാത്ത അടിത്തറ, താങ്കളുടെ ഭാഷയിൽ അടിത്തറ, ഞങ്ങളുടെ ഭാഷയിൽ അല്ലാഹ്. ഇവിടെ എന്താണ് വേറെ വ്യത്യാസം? ഞാൻ പറയുന്നത് പലപ്പോഴും യുക്തിവാദികൾ അള്ളാഹു എന്ന് സമ്മതിക്കാൻ മടി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ നിയമങ്ങളും മുർസലീങ്ങളും ഖുർആനും വേദഗ്രന്ഥവും, നിയമങ്ങൾ, ചിട്ടകൾ,
അതൊക്കെ വരുമെന്ന് പേടിച്ച് ബുദ്ധിപരമായി ചർച്ചകൾ ദൈവത്തിലേക്ക് എത്തുമ്പോൾ ഇതല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരടിത്തറയുടെ പേര് പറഞ്ഞ് മറ്റെന്തോ ഒരു പേരിൽ അതിനെ ചാർത്തി കിടന്നുറങ്ങാനുള്ള ആ ശ്രമം അതിന് വിജയിക്കില്ല. ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കില്ല. അത് അള്ളാഹ് പേരിട്ടോണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഓക്കെ, പേരിൽ നമുക്ക് എന്ത് വേണമെന്നത് അടുത്ത ചർച്ച, നമുക്ക് കുഴപ്പമില്ല. പേരെന്ത് ഇടണമെന്നത് നമുക്ക് മറ്റൊരു ചർച്ചയാണ്. അടിത്തറയെ കുറിച്ച് ദൈവം എന്ന് പേരിട്ടാൽ, അള്ളാഹ് പേരിട്ടാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പടച്ചവനെ പടച്ചവൻ എന്നതാണല്ലോ സംസാരം. അതിനെക്കുറിച്ച് പറ. പടച്ചവനെ പടച്ചവനുണ്ടോ എന്നതല്ലേ ചോദ്യം. ഓരോ കാരണത്തിന്റെ പിന്നിലും മറ്റൊരു കാരണം ഉണ്ടാകണമെന്നല്ലേ താങ്കൾ പറയുന്നത്? അല്ലാതെ ഒരു കാരണം ഇവിടെ ഉണ്ടായിക്കൂടാന്നല്ലേ? ഒരു പടച്ചവൻ, ഇവിടെ ഒരു സൃഷ്ടാവ് ഉണ്ടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഇത് ഉണ്ടാകില്ല. അപ്പൊ എന്തോ ഒരു ശക്തി ഇതിനുണ്ടാകണം. അപ്പോൾ ഒറ്റയ്ക്കൊരു ശക്തിയും ഉണ്ടാകില്ല, അതുകൊണ്ട് അതിന് പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടാവണം. ആ ഉണ്ടായവൻ തുടക്കമില്ലാത്തവനാണ്, അവന് തുടങ്ങിയവൻ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇല്ല, അതിന് പിന്നിൽ ഇനിയും ഒരാൾ ഉണ്ടാവണമെന്ന് വാദിച്ചു വാശി പിടിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം താങ്കൾ മുമ്പിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു വഴിയില്ല. ഒരു പാട്ടിന് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജ്, കുട്ടികൾ മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി ആർക്കും പാടാം, പക്ഷേ അതിനു മുമ്പ് ഒരാൾ പാടിയിരിക്കണം. ആദ്യത്തെ പാട്ടുകാരനെ പാടാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. വിളിക്കുന്നവൻ താങ്കളാണ് എന്ന് സങ്കല്പിക്കുക. ദുന്യാവിന് പാട്ട് നടക്കൂല കേട്ടോ. കാരണം താങ്കളുടെ നിയമം എന്താണ്? ഇവിടെ എന്തൊരു കാരണം, സൃഷ്ടാവ് എങ്ങനെ ഇതിനൊക്കെ ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാവാം, പക്ഷേ ഒരൊറ്റ നിയമം, അതിനു മുമ്പ് ഒരാൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ സൃഷ്ടാവ് ഉണ്ടായിക്കോട്ടെ, ആ സൃഷ്ടാവിന് പടച്ചവൻ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പടച്ചവനൊന്ന് കിട്ടിയാൽ മതി. അപ്പൊ തുടക്കത്തിലൊന്ന് ഉണ്ടായേ പറ്റൂ, തുടങ്ങിയവൻ അവനാവണം, അല്ലാതെ സ്വയം ഭൂവാവുകയില്ല എന്ന് ലോജിക്. ബോധപൂർവം ബുദ്ധിപരമായി നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടവൻ പണ്ടേ ഉള്ളവനാണെന്ന് വിശ്വസിക്കാതെ അവിടെ ഓടാൻ, അതിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു പൊടിക്കൈ എന്നോണം താങ്കൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പടച്ചവൻ ഇനിയും വേണമെന്നാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരാളായിരുന്നു, ഒരു ശക്തിയായിരുന്നു ഇതിനെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നെത്തിപ്പെട്ടിടത്ത് നിന്ന് അതിനെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരാളിലേക്ക് താങ്കൾ ഓടുകയാണെങ്കിൽ തുടക്കത്തിൽ ഉള്ളതിന് ഞങ്ങൾക്കെതിരൊന്നുമില്ല, പക്ഷെ അതിനു മുമ്പ് മറ്റൊന്നുണ്ടാകണം എന്ന വാദം താങ്കൾ ജഡ്ജായിരിക്കുന്ന സമയത്ത് പാടുന്നതിന് കുഴപ്പമില്ല, ആർക്കും ഇവിടെ പാടാം, മത്സരം തുടങ്ങുകയാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ പാടിയ ശേഷമേ മറ്റൊരാൾ പാടാവൂ. അതുകൊണ്ട് ഒന്നാമത്തെ ആൾ പാടിക്കോട്ടെ. ആദ്യമായി പാടുന്ന ഒരാൾ വരുമ്പോൾ അയാൾക്കൊരു നിയമമുണ്ട്. എന്താണത്? മുമ്പ് ഒരാൾ പാടണമെന്നത്. അപ്പം പിന്നെ ഈ പാട്ടോടെ നടക്കും സ്റ്റേജിൽ. ഓട്ട മത്സരത്തിന് മുമ്പിൽ ഓട്ടം തുടങ്ങുകയാണ്. ആദ്യമായി ഓടുന്ന ആൾക്ക് ഒരൊറ്റ നിയമങ്ങൾ. ഒന്നാണ്, ഏതൊരാൾ ഓട്ടം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ മുമ്പ് മറ്റൊരാൾ ഓടിയിരിക്കണം. അപ്പോൾ ഓടാൻ ഫസ്റ്റ് ആൾ ഓടാൻ വേണ്ടി നിന്നപ്പോൾ ആൾ നിയമം കേട്ട് ഏതെങ്കിലും ആൾ ഓടാതെ ഓടാൻ പാടില്ല. ഓട്ടം തന്നെ നടക്കില്ല. പാടാതെ പാടരുത്, പാട്ടു തന്നെ നടക്കില്ല. വേറൊരാൾ തുടങ്ങാതെ തുടങ്ങരുത്, തുടങ്ങാൻ കഴിയില്ല. ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ പാടിയിട്ടുണ്ട്, ഇവിടെ ഓടിയിട്ടുണ്ട്. പാട്ടും ഓട്ടവും എല്ലാം നടക്കുന്നൊരു വേദിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി പാടിയവനെ കുറിച്ച്, ആദ്യമായി ഓടിയവനെ കുറിച്ച്. അതിൻ്റെ മുമ്പും ഒരു പാടിയവൻ ഉണ്ടാകണമെന്ന നിയമം അവിടെയില്ല. അതുകൊണ്ട് സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു ശക്തിയിലേക്ക് എത്തിപ്പെട്ടാൽ, അതിൻ്റെ മുമ്പ് ഒരു സൃഷ്ടാവിലേക്ക് പോയാൽ ഇവിടെ ഒന്നുമില്ല എന്ന് വാദിക്കുന്നതിന് തുല്യമായ ഒരു വാദമാണ് അതെന്നാണ് വളരെ ചെറിയ രൂപത്തിൽ ഉദാഹരണത്തിലൂടെ പറയാൻ ഞാൻ ശ്രമിച്ചത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ജഗന്തിയന്താവായ റബ്ബിൽ, അല്ലാഹുവിൽ ഈ യഥാർത്ഥത്തിൽ എത്തിപ്പെട്ട് ആ ഒരു വിശ്വാസം ഉറപ്പിച്ച് മനസ്സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ സ്വസ്ഥമായി ധൈര്യത്തോടെ ആ പടച്ച റബ്ബിൽ തവക്കുലാക്കി ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരം ചിന്താഗതികളിൽ നിന്ന് ആലോചിച്ച് ചിന്തിച്ച് തിരിച്ചു വരാൻ പെട്ടുപോയ സാധുക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.